സീക്രട്ട് ഏജന്റ് അഥവാ സായി കൃഷ്ണ, അതും അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ, അത് അല്ലെങ്കിൽ ശാന്തൻ സായി, അല്ലെങ്കിൽ കണ്ണാപ്പി എന്നുള്ള പല പല പേരുകളിലാണല്ലോ ഇപ്പോൾ സായി ചേട്ടൻ അറിയപ്പെടുന്നത്. അങ്ങനെ സായി ചേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ പണപ്പെട്ടി എടുത്ത് പുറത്തോട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ സായി ചേട്ടൻ എയർപോർട്ടിൽ എത്തുകയും എയർപോർട്ടിൽ വന്ന് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഇത് കവർ ചെയ്യാൻ വരികയും അപ്പോൾ ഓൺലൈൻ മീഡിയാസിന് ചെറിയൊരു ബൈറ്റ് കാര്യങ്ങളൊക്കെ സായി ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചിരുന്നത് സായി ചേട്ടൻ പുറത്തോട്ട് വരുമ്പോഴത്തേക്കിന് കൂടുതലായും ചർച്ചാ വിഷയമാവുന്നത് ജാസ്മിൻ്റെ വാപ്പയായിട്ടുള്ള ഒരു കോൾ റെക്കോർഡിങ്, പിന്നെ ആ ഹൗസിനകത്തേക്ക് പോയിട്ടുള്ള സീക്രട്ട് ഏജന്റ് ടു സായി കൃഷ്ണ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ആൻഡ് മീഡിയാസൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെയായിരുന്നു. പക്ഷേ അതിനെല്ലാം വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ജാസ്മിൻ്റെ കേസ് ചോദിക്കുമ്പോൾ കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങും ഇങ്ങും വലിയ തട്ടലും കിടലും ഇല്ലാത്ത രീതിയിൽ പുള്ളി കൃത്യമായിട്ട് മറുപടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്ദനയാണ്. സീരിയസ്ലി മാൻ, നന്ദനയാണ് ഇവിടെ. എങ്ങനെ നന്ദന ഇതിനകത്ത് എത്തിപ്പെട്ടു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പം നന്ദനയാണ് കൂടുതലും ചർച്ചാ വിഷയമായിട്ടിരിക്കുന്നത്. പക്ഷേ സീക്രട്ട് ഏജന്റ് ടു സായി കൃഷ്ണ എന്നുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പല ആളുകളും കമൻറ്റ് ബോക്സിലൂടെയും വീഡിയോസിലൂടെയൊക്കെ ആണെങ്കിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അതിനെല്ലാം സായി ചേട്ടൻ ആ ഒരു ഓൺലൈൻ മീഡിയാസിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ബാക്കി നമുക്ക് നന്ദനയുടെ കേസിലോട്ട് വരാം. സായി പോയി, സായി മാസം അടിച്ച് പോയി, സായി ആ മാസം കാണിച്ചില്ല. സാധാരണ എല്ലാവരും സായിനെ ന്യായീകരിക്കാൻ നോക്കും. നേരിട്ട് ദുബായിൽ ഞങ്ങൾക്ക് എന്താ ചെയ്തത്? സായി പറഞ്ഞെന്താണ്, കയ്യിൽ നിന്ന് പാലിക്കുക, ഫുള്ള് എടുത്ത് അലക്കിക്കോ. അത്ര കോൺഫിഡൻസും അത്ര ഫ്രീഡവും അല്ലേ? അതെ, സായി ചേട്ടന് തന്നെ അറിയാം, കയ്യിൽ നിന്ന് വാളിക്കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് അലക്കിക്കോ. കാര്യം ബാക്കിയുള്ള എല്ലാ ആളുകളെയും വിമർശിക്കുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ ഭാഗത്തുനിന്നൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ എടുത്ത് കൊടുക്കുമെന്നറിയാം. അപ്പം സ്നേഹേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, സ്നേഹേച്ചി എന്താ പറയുക, കാരണത്തിരുത്തോട്ട് സായി ചേട്ടൻ അതേപോലെ വീഡിയോ ചെയ്തിട്ട് സായി ചേട്ടൻ തന്നെ തെറ്റുകളും കുറവുകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. സായി ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, സ്നേഹ വീട്ടിൽ എന്നേക്കാൾ ഇതിനേക്കാൾ വലിയത് പറയുന്നതാണ്. വീഡിയോക്കകത്ത് കുറച്ചേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ വീഡിയോസിനകത്ത് പറയുന്ന സാധനം തന്നെ എൻ്റെ വീട്ടിലും നിങ്ങൾ കേൾക്കാത്തപ്പോൾ പറയുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ഇതൊന്നും സായി ചേട്ടൻ്റെ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ തന്നെ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. നോ മാൻ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ എടുക്കുന്ന ഒരാളാണ്. കാര്യം ആ ഒരു ഫീൽഡിൽ വീഡിയോ ചെയ്ത് യൂട്യൂബിലൂടെ പോകുന്ന ഒരാളല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആ ഒരു രീതിയിൽ എടുക്കാൻ കഴിയണമല്ലോ അല്ലേ. അറിയോ എങ്ങനെയൊക്കെ ഒരു കാർ സൈക്കിൾ സീരിയസ്ലി. കാരണം സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറഗൻ്റായിട്ട് അഗ്രസീവായിട്ട് ടോക്സിസിറ്റിയൊക്കെ ഇച്ചിരിയൊക്കെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ ഇതിനകത്തേക്ക് പോയിട്ട് ഇതിനകത്തുനിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു പാവത്താൻ മൂഡ് പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനെ ആളുകൾക്ക് ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നുള്ളൊരു ഫീൽ ഉണ്ടാകും. കാര്യം ഫസ്റ്റ് സായി ചേട്ടൻ്റെ ആ ഒരു ഇൻട്രോ എപ്പിസോഡിൽ തന്നെ സായി ചേട്ടൻ താടിയൊക്കെ വെച്ച് മീശ മാത്രം വെച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ആളുകൾക്കൊരു ഞെട്ടിയിരുന്ന് അമ്പരന്ന് പോയി. കാര്യം എന്ന് വെച്ചാൽ അമ്മാതിരി ഒരു മേക്ക് ഓവർ ആയിരുന്നു. കാര്യം സായി ചേട്ടനെ ഫുള്ള് താടിയൊക്കെ വെച്ച് ഒരു റൂഡ് മുഖത്തോടെ എല്ലാവരും കണ്ടിരുന്നു. അങ്ങനെ ഒരു വീഡിയോസിൽ ഇത്ര ഭാഗം മാത്രം കണ്ടിരുന്ന ആളുകൾ ഫുൾ സ്ട്രെച്ചിൽ ഇങ്ങനെ കാണുമ്പോൾ അയാളുടെ മാനറിസംസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാവത്താൻ മൂഡായപ്പോഴത്തേക്കിനും ആളുകൾക്ക് പെട്ടെന്നൊരു ഡൈജസ്റ്റ് ആവാനുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ പോകെ പോകെ പല ആളുകൾക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. പല ആളുകളും ഇപ്പോഴും വാഴ എന്ന് പറഞ്ഞ മുദ്രകുത്തിപ്പെടുത്തുന്നുണ്ട്. അത് ഓരോ ആളുകളുടെ പെർസ്പെക്റ്റീവാണ്. ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ് സത്യം പറയട്ടെ, ഇങ്ങനെ തന്നെയാണ്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നു, ആളെന്നല്ല ആയിരുന്നു, അവരോടൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ എന്റെ റിയൽ ലൈഫിലേക്ക് ഈ സാധനം വന്നതാണ് എനിക്ക് ഭയങ്കര സീൻ കിട്ടി. അത് മാറ്റാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറെ ആൾക്കാരോട് ഞാൻ ഇത്ര കാഷ്വൽ ആയിട്ടൊന്നും സംസാരിച്ചിട്ടുണ്ടാവില്ല. ഭയങ്കര മറ്റേ വർത്തമാനം. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു അഗ്രസീവ് ഫേസിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോയിട്ട് സായി കൃഷ്ണയായിട്ട് മാറുന്നു. ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊന്നും ആ ഹൗസിനകത്തില്ല. ഒരു പാവത്താൻ ഒരു നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വൈബ് മനുഷ്യനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യേ എന്താടാ ഇത് എന്നുള്ള രീതിയിൽ പല ആളുകളും വാഴാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ തോന്നിയിട്ടുള്ള ആ ഒരു ചിന്തകളില്ലേ, ഈ സെയിം സാധനം റിയൽ ലൈഫിൽ നടക്കുന്നൊരു കാര്യമാണ്. കാര്യം സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ, നിങ്ങൾ ഈ ആ ഒരു അഗ്രസീവ് ഫേസിൽ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ഒരു ഇത്രയും സീരിയസ് ടോപ്പിക്സ് ഒക്കെ സംസാരിക്കുന്ന ഒരാളെ നേരിട്ട് കാണുമ്പോഴത്തേക്കിന് നിങ്ങൾ ആടാ എന്തോണ്ടാ വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? അയ്യേ ഇവൻ എന്തോന്നടാ ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു സാധനം ജെന്യൂനലി പല ആളുകൾക്കും തോന്നുന്നത്. അപ്പം നമ്മൾ ആ ഒരു സാധനം പല ആളുകളുടെ മുന്നിൽ ഇപ്പം ഇങ്ങനത്തെ റിയാക്ഷൻ വരുമ്പോൾ എന്തോന്നടാ ഇത് ഇങ്ങനെ ഇവരെന്തോന്ന് വാഴയടാ എന്ന് വരുമ്പോൾ പല ആളുകളുടെ മുന്നിൽ നമ്മൾ ചിലപ്പോൾ അഭിനയിച്ച് കാണിക്കേണ്ട ഒരു സാധനം വരും. അവരുടെ മുന്നിൽ റിയൽ ലൈഫിൽ നമ്മൾ എന്നാണ് പറഞ്ഞുകൊണ്ടൊക്കെ ഫുൾ ടൈം നമ്മൾ ഈ ഒരു സീരിയസ് മൂഡ് പിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അത് അത്യാവശ്യം ഈ ഒരു സീരിയസ് മൂഡ് പിടിച്ച് വീഡിയോ ചെയ്യുന്ന ആളുകളുടെയൊക്കെ ഒരു
ശരിക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോൾ അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുമ്പോൾ ഇനി ഞാൻ ഈ കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ ചെയ്ത പോലെ ഇത്തരത്തിലുള്ള രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തിച്ചിരുന്നു? എന്തൊക്കെയായിരിക്കും മെയിൻ കാര്യം വീഡിയോയിൽ പ്രതീക്ഷിക്കാം? അത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനുള്ള തികഞ്ഞ ആഗ്രഹം എനിക്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് വെച്ച് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു റിയാക്ഷൻ വീഡിയോസ് എന്നൊരു സമയം വരെ. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം റിയാക്ഷൻ വീഡിയോസ് നമുക്ക് സീരിയസ് ടോപ്പിക്സ് എടുത്ത് സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക, അതിനൊരു ചാൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് ആദ്യം ജനങ്ങളിലേക്ക് മനസ്സിലാക്കി തന്നൊരു വ്യക്തി സീക്രട്ട് ഏജന്റ് തന്നെയാണ്. കാര്യം പല ആളുകളും റിയാക്ട് ചെയ്ത് പല വിഷയങ്ങളെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സീരിയസ് ടോപ്പിക്സ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉള്ള അത്തരം ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവർക്കും തന്നിട്ടുള്ള സീക്രട്ട് ഏജന്റാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ കണ്ടിട്ടായിരിക്കും പല ആളുകളും റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള പല ആളുകളും അങ്ങനെ വിചാരിച്ച് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എന്തായാലും ഇപ്പം ഈ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ചാനലിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാൻ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഒരു എക്സൈറ്റഡ് ആണ്. കാര്യം എന്താണ് അതിനകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളത്. ഇനിയിപ്പോ സായിച്ചിട്ട് ഫാമിലിക്ക് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടന്റ് കൊടുക്കും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ വീഡിയോ ഇട്ടിട്ട് നാട്ടുകാർ വന്ന് കണ്ടു പോകുമ്പോൾ പൈസ കിട്ടും, കമന്റും കിട്ടും, വ്യൂവും കിട്ടും. നാളെ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ നോക്കി പിടിച്ചുകൊണ്ടുവരുമല്ലോ. ഇവിടെ നാട്ടെ നോക്കാം. പേഴ്സണൽ ലൈഫിലേക്ക് ഇനി സീക്രട്ട് ഏജന്റ് ഞാൻ കയറ്റില്ല. അത് ഞാൻ അതിനകത്തുനിന്ന് ഉറപ്പിച്ചു. പേഴ്സണൽ ലൈഫിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ലൈഫ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സോഷ്യൽ മീഡിയ ലൈഫ് അത് വേറെ തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു തിരിച്ചറിവ് സായിച്ചാൻ ഉണ്ടായത് എന്തുകൊണ്ട് നന്നായി. എനിക്ക് തോന്നുന്നു ഇപ്പം ബിഗ് ബോസിനകത്തേക്ക് പോയതിന് ശേഷം തോന്നുന്നു പുള്ളിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. കാര്യം റിയൽ ലൈഫും രണ്ടാണ്. ഇത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് റീലാക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ടോപ്പിക്സ് എടുത്ത് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് സായിച്ചേട്ടൻ. അപ്പോൾ സായിച്ചേട്ടൻ അങ്ങനത്തെ ആ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കിന് അത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞ ഒരു വണ്ടർ അടിക്കും. കാര്യം അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാ ആളുകളും അപ്പം വീഡിയോയ്ക്കകത്തൂടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ റിയൽ ലൈഫിലും കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പല ആളുകൾക്ക് പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനും തോന്നും. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് സായിച്ചേട്ടാ. അടിപൊളിയായിട്ട് ഇനി ലൈഫ് മുന്നോട്ട് പോട്ടെ. ബിഗ് ബോസ് എന്ന് പറയുന്നത് 100 ദിവസമല്ല, ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻറ്റയർ ലൈഫാണ്. സാധനം അവിടെ പലതും നമുക്ക് ഗിമിക്കായിട്ട് കാണിക്കാം. ഈ ഗിമിക്കായിട്ട് കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തിരിച്ചടിച്ച് രാജാവായതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ റിയാലിറ്റിയിൽ നിൽക്കുന്ന ഞാൻ ഇനി അങ്ങോട്ടും മരണം വരെ ഈ റിയാലിറ്റിയിലാവും. പിന്നെ അവിടെ ആർക്കും ഹോണ്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. മറ്റേതെന്തായി വേറൊരു സാധനം എടുത്ത് മുഖത്ത് വെച്ച് എന്നിട്ട് പിന്നെ പുറത്തിറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് പൊട്ടിത്തകർന്നു. പിന്നെ അടുത്ത സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ഇപ്പുറത്തെ രാജാവ് ഉണ്ടായിരുന്ന ചത്തുകുത്തി സൈഡ് കിടക്കും. എന്തിനാ അതിന്റെ ആവശ്യം? ഇത് സത്യം പറഞ്ഞാൽ പല ബിഗ് ബോസ് സീസണുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ തന്നെയാണ്. റോബിൻ ചേട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളത് നമുക്കറിയാമല്ലോ. ഭയങ്കര ടോക്സിക് ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു കാര്യം നോർമലായിട്ട് നമ്മൾ ഇതുപോലെ സംസാരിക്കേണ്ടതിന് പകരമാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് വലിയ ശബ്ദത്തിലൊക്കെ സംസാരിക്കുക, അലറുക, അമറുക എന്നൊരു ടോണിൽ കണ്ടിട്ടുള്ള ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഹൗസിനകത്ത്. ആൻഡ് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാ ആളുകളും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതൊരു രാജാവാക്കി മണ്ടയിൽ കയറ്റി വെച്ചേക്കുമായിരുന്നു. ശേഷം ഈ ഹൗസിനകത്തുള്ള ഗെയിം കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങി വന്ന് ആദ്യത്തെ പുള്ളിയുടെ ഇത്രയും ഫാൻ ബേസ് കണ്ടപ്പോഴത്തേക്കിനും പുള്ളിയുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഓരോ ഉദ്ഘാടനങ്ങൾക്ക് പല കോളേജും അവിടെ ഇവിടെ എല്ലാം പോകുമ്പോഴത്തേക്കിന് ഈ മീഡിയസിൻ്റെ മുന്നിലൊക്കെ നിന്നുകൊണ്ട് അലയ്ക്കുക, വിളിക്കുക, ഹൗസിനകത്ത് എന്ത് ചെയ്തു ഇത് തന്നെ കീപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ഇങ്ങനെയാണ് എന്നെ ആൾക്കാർ കണ്ടിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ അത് എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. പക്ഷേ സായി ചേട്ടൻ അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു 100 ദിവസം മാത്രമല്ല അതിന് ശേഷം ഒരു ലൈഫ് ഉണ്ടെന്നും അത് കൃത്യമായിട്ട് ഇത്ര ബോധപൂർവ്വം മനസ്സിലാക്കി നിന്നത് എന്തുകൊണ്ട് നല്ലതായി. ഒരു പക്ഷേ പുറത്ത് നിന്ന് ഗെയിമെല്ലാം കണ്ട് ഇതിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരാളായതുകൊണ്ട് നാളെ ഞാൻ ഈ ഒരു ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയാലും ആളുകൾ ഇതേ രീതിയിൽ തന്നെ കാണുന്നുള്ള തിരിച്ചറിവ് സായി ചേട്ടൻ ഉള്ളതുകൊണ്ടായിരിക്കാം ആ രീതിയിലൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. അല്ല, ഇതിനകത്ത് ഇപ്പൊ പ്രധാനപ്പെട്ട ആൾക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുറത്തു നിന്ന് ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റന്റിനും റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതായിരുന്നു ബിഗ് ബോസ് സംസാരിച്ചു. അകത്ത് പോയപ്പോ ശരിക്കും അയ്യോ എങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ. കമന്ററി ക്രിക്കറ്റിൽ എന്ന് പറയുന്ന ആളുകൾ ഒരു ബാറ്റ് എടുത്ത് കൊടുത്തു, സച്ചിനെ ഡ്രൈവ് പഠിപ്പിക്കും, പോയി ഡ്രൈവ് അടിക്കാൻ പറ്റുമോ? വിരാട് കോഹ്ലിനെ സിക്സ് അടിക്കാൻ പഠിപ്പിക്കും, സിക്സ് അടിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കളി. അത് എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന പോലല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം എല്ലാവരും സായി ചേട്ടൻ ഇതിനകത്തേക്ക് പോയപ്പോഴത്തേന് വലിയ ഇതിന് മുമ്പത്തെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസും ഡോക്ടർ റോബിൻ ചേട്ടൻ ഉൾപ്പെടെ
പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവർക്കെല്ലാം കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇതിനകത്തുനിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. കാര്യം സച്ചിൻ ടെണ്ടുൽക്കർ കൃത്യമായിട്ടൊരു ഡ്രൈവ് അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിനകത്ത് ബാറ്റിൻ്റെയും പാഡിൻ്റെ ഇടയിൽ നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് ചിലപ്പോൾ കമൻട്രിയിൽ ഇരിക്കുന്ന ആളുകൾ പറയുന്നുണ്ടാകും. അത് കാണുന്നൊരു കാര്യം പറഞ്ഞായിരിക്കും. എന്ന് വെച്ചിട്ട് സച്ചിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇനിയാണ് നമ്മൾക്ക് നന്ദനയുടെ കേസ് സംസാരിക്കേണ്ടത്. കാര്യം നന്ദന ഈ ഒരു സായി ചേട്ടൻ വന്നതിന് ശേഷം ആ ഒരു എയർപോർട്ടിൽ സ്നേഹിച്ചിയുടെയും ചിത്തുബായുടെ ഒക്കെ ഒപ്പം നന്ദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. നിന്റെ ചേട്ടനും തന്നില്ല നല്ല പിടിച്ചോ. എന്താ റൺസ് ചേട്ടനൊക്കെ ഇറങ്ങിയപ്പോ ഞാൻ ഇല്ലാത്തപ്പോ ഇവരോടൊക്കെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തില്ലേ? അതിന് ട്രോളിയൊക്കെ കണ്ടോ? ട്രോളി വണ്ടി കയറാം പിന്നെ നോക്കാം. സോ ഇതിനകത്ത് നന്ദനയ്ക്കാണെങ്കിൽ ഇതുപോലെ ഏതോ പുറത്ത് വെച്ച് ഏതോ കുട്ടികൾ കൊടുത്ത പൂവാണെന്ന് പറയുന്നു. അതിലൊരു പൂവാണെങ്കിൽ സായി ചേട്ടന് കൊടുക്കുന്നു. പിന്നീട് സ്നേഹിച്ച് വന്നപ്പോൾ സ്നേഹിച്ചിക്ക് കൊടുത്ത് സായി ചേട്ടൻ നന്ദന തന്നെ പറയുന്നു. പിന്നീട് ഈ മീഡിയാസ് ഇത്രയും ചുറ്റി നിൽക്കുന്നത് കാരണം മീഡിയാസ് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രഹസ്യം എന്തോ ഒന്ന് നന്ദന ബ്രോ സായി ചേട്ടൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പല ആളുകളും മെയിനായിട്ട് കമൻറ്റ് ബോക്സിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മീൻസ് നന്ദന എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ വലിഞ്ഞു കയറി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പണം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇത് സഹായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ അതിൽ കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിക്കാം. ഈ വേദിയിൽ എന്തിനാണ് നന്ദന വെറുതെ ഇളിച്ചുകൊണ്ടിരിക്കുന്നു? നന്ദനയെ ഇഷ്ടമല്ലാത്തവരുണ്ടോ? മറ്റൊരാൾ തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ഭർത്താവിനോട് അമിത അധികാരവും സ്വാതന്ത്ര്യവും കാണിക്കുന്നത് ഏത് ഭാര്യയ്ക്കും ഇഷ്ടപ്പെടില്ല. നന്ദന സ്വല്പം സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സായി അയാളുടെ പാട്ടിന് വിടുക. ഔദാര്യങ്ങൾ ഒക്കെ ഒരു പരിധി വരെ സ്വീകരിക്കുന്നതാണ് നല്ലത്. മാരേജ് കഴിഞ്ഞ ബ്രദർ സിസ്റ്റർ തന്നെ ഒരു ഡിസ്റ്റൻസ് വെക്കും. ഇത് കുറച്ച് ദിവസം മാത്രം അറിയൂ. സ്നേഹയ്ക്കു ഇഷ്ടപ്പെടില്ല. ആ കുട്ടി ഓവറാണ്. നന്ദന ആ പണപ്പെട്ടിയിൽ ഒരു കണ്ണ് വെച്ചിട്ടാണ് ഈ വരവ്. ഇവളെന്തിനാ ഉളുപ്പില്ലാതെ ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നത്? സ്നേഹമുഖം കണ്ടാൽ തന്നെ അറിയാം ഇഷ്ടമല്ല എന്ന്. ആൻഡ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇവർ ഹൗസിനകത്ത് നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എയർപോർട്ടിൽ വരുമ്പോഴത്തേക്കിന് കാണാൻ വരാം, വിളിക്കാൻ വരാം എന്നുള്ള ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് സായി ചേട്ടനോട് ഒരു ബ്രദർലി ഫീൽ തോന്നിയിട്ട് ബ്രദറിനെ കാണണം എന്നുള്ളൊരു ആ ഒരു സ്നേഹം കൊണ്ട് ഒരു പക്ഷേ കാണാൻ വന്നിട്ടുള്ളതായിരിക്കാം. വാട്ട് എവർ, അത് അവരുടെ കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് പലരും പറയുന്നൊരു സാധനമുണ്ട്, സ്നേഹം നിൽക്കുമ്പോൾ തന്നെ മീൻസ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയാണെങ്കിൽ ഇതുപോലെ ബ്രദറും സിസ്റ്ററും ആണെങ്കിൽ തന്നെ ഒരു ലിമിറ്റ് കാര്യങ്ങളൊക്കെ വെക്കും. പക്ഷേ ഇവിടെ ആണെങ്കിൽ സ്നേഹയുടെ മുന്നിൽ വെച്ച് തന്നെ കുറച്ച് ദിവസങ്ങൾ മാത്രം പരിചയമുള്ള നന്ദന സായി ആ ഒരു ഇത് നന്ദന എന്തിനും അതിലേക്ക് വലിഞ്ഞു കയറി വന്നു. പിന്നീട് പണം കൊടുക്കാവുന്ന സായി ഓഫർ ചെയ്ത് അതുകൊണ്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ പല ആളുകൾക്കൊരു ഇതുണ്ട്. അപ്പോൾ ഞാൻ സായി ചേട്ടൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, സായി ചേട്ടൻ മുമ്പ് എന്നെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എടാ എന്ത് സഹായം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നീ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് എൻ്റെ അടുത്ത് ഇതായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. എടാ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ആണെങ്കിൽ പോലും നീ വിളിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം സായി ചേട്ടൻ എൻ്റെ അടുത്ത് ഒരിക്കലും വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരാളെ മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനെ കൊണ്ട് അത്രത്തോളം എന്താ പറയുക മൈൻഡുള്ള ഒരു വ്യക്തി തന്നെയാണ് സായി ചേട്ടൻ. അപ്പം ആ രീതിയിൽ സായി ചേട്ടനാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പം ഹൗസിനകത്ത് നിന്ന് സായി ചേട്ടൻ പറഞ്ഞില്ലേ നന്ദന പുറത്തിറങ്ങുമ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കണം എന്നുള്ള രീതിയിലൊക്കെ. അത് അവർക്കിടയിൽ തമ്മിലുള്ള കാര്യമാണ്. അതിനകത്ത് നമ്മൾ പുറത്തുനിന്ന് മൂന്നാമതൊരാൾ കാണുന്നതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. സഹായിക്കാനെ കൊണ്ട് സഹായിച്ചാണ് ഒരു മനസ്സുണ്ട്. ആ സഹായം സ്വീകരിക്കാൻ നന്ദനയ്ക്ക് സ്വീകരിക്കാതിരിക്കുക അത് നന്ദനയുടെ കാര്യം. അവർക്കിടയിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ മൂന്നാമത് കാണുന്ന ആൾക്കാർ അതിലൊരു പ്രശ്നം കാണിക്കേണ്ട ഒരാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നന്ദന അവിടെ എന്തിനെത്തപ്പെട്ടു എന്നുള്ളത് അത് അവർ പറയേണ്ട ഒരു കാര്യമാണ്. കാര്യം അവർക്ക് ആ ഒരു എന്താ പറയുക ബ്രദറിനെ കാണാനെ കൊണ്ട് അവരെത്തി. സോ വാട്ട്. പിന്നെ സ്നേഹിച്ചിക്ക് അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് സ്നേഹിച്ചിയാണ് പറയേണ്ടത്.